അതാണ് നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അനുമോദ് പങ്കുവച്ചത്. ഇനി നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനാ ദിവസമാണ്. മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 12 പേരാണ് മത്സര രംഗത്തുള്ളത്. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം മറ്റന്നാളുമാണ്. MS അനീഷ് കുമാർ ഉണ്ട് നമുക്കൊപ്പം. അനീഷ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് സൂക്ഷ്മ പരിശോധന നടത്തുകയാണ്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടത് വലത് മുന്നണിക്ക് അപരന്മാരില്ല എന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അൻവറിനാണെങ്കിൽ അൻവർ സാദത്ത് അവിടെ അപരൻ എന്ന് വിശേഷിപ്പിക്കാം അല്ലേ? അങ്ങനെ ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഇനിയിപ്പോൾ ഇതിലൊരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ ഈ അൻവറിന്റെ കാര്യങ്ങൾ, അൻവർ ഏത് തരത്തിലൊക്കെ ഓരോ ദിവസവും നീങ്ങുമെന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്തതാണല്ലോ. എല്ലാ ദിവസവും അൻവർ ഉണ്ടാക്കി വെക്കുന്ന ട്വിസ്റ്റുകളാണല്ലോ ഇപ്പോൾ നിലമ്പൂരിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ചർച്ചാ വിഷയമാകുന്നത്. അപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം മറ്റന്നാൾ ആണെന്നിരിക്കെ ഇനിയും അൻവർ പിന്നോട്ട് പോകാൻ അത്തരത്തിലൊരു നിർണായകമായ നീക്കം നടത്താനുള്ള സാഹചര്യം അത് മുന്നിൽ കാണുന്നുണ്ടോ? ആര്യ, അൻവർ ആയതുകൊണ്ട് തന്നെ പ്രവചിക്കാൻ കഴിയില്ല. കാരണം ഇന്ന് വൈകിട്ട് എടുക്കുന്ന തീരുമാനമാവില്ല നാളെ രാവിലെ അദ്ദേഹത്തിൻ്റെ നാളെ രാവിലത്തെ തീരുമാനമാവില്ല മറ്റന്നാൾ എടുക്കുന്നത്. അതുകൊണ്ട് നേരത്തെ UDF കൺവീനർ അടൂർ പ്രകാശൊക്കെ പറഞ്ഞതുപോലെ അവസാന നിമിഷം വരെ കാത്തിരിക്കുന്ന ഒരു മൂഡിലായിരുന്നു നേരത്തെ UDF. എന്നാൽ UDF ആ വാതിലുകൾ മലർക്കെ അടച്ചിരിക്കുന്നു. അടഞ്ഞ അധ്യായമാണ് എന്ന് കണ്ട് എഴുതി തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അൻവറിൻ്റെ ഒരു തിരിച്ചുപോക്കിനെ പറ്റി ഇനി പറയാൻ കഴിയില്ല. പക്ഷേ പത്രിക പിൻവലിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരു പക്ഷേ അൻവർ ആയതുകൊണ്ട് തന്നെ പ്രവചനാതീതമായ സ്വഭാവം കാണിക്കും. ഇപ്പോൾ ഈ മത്സരിക്കുന്നു എന്നൊക്കെയുള്ള പ്രതീതി നിലനിർത്തിയാൽ പോലും പിൻവലിക്കാനുള്ള സാധ്യതകൾ പോലും തള്ളിക്കളയാത്ത വോട്ടർമാരും ഇവിടെ ഉണ്ട്. പക്ഷേ ഒരു ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കും. കാരണം BJP അത്ര ഗതി നിർണ്ണയിക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി ഇതുവരെ നിലമ്പൂർ മണ്ഡലത്തിൽ മാറിയിട്ടില്ല. അതുകൊണ്ട് പുതിയ സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും അത്ഭുതങ്ങൾ പെട്ടെന്ന് സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. മറിച്ച് 3 ശക്തരായ സ്ഥാനാർത്ഥികൾ നിലവിൽ തന്നെ കളം പിടിച്ച് തെരഞ്ഞെടുപ്പിനായി ഗോദയിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു സ്ഥാനാർത്ഥി ലൈനപ്പ് ഏതാണ്ട് കൃത്യമായിരിക്കുന്നു. 17 പത്രികകൾ ഇന്നലെ സമർപ്പിച്ചു. പക്ഷേ 12 സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ്. അതിൽ ഈ മുഖ്യ സ്ഥാനാർത്ഥികളുടെ ഡെമ്മി അടക്കമുള്ള പത്രികകൾ ഉള്ള ഒരു സാഹചര്യമുണ്ട്. ഇന്ന് പെരിന്തൽമണ്ണയിൽ ഈ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ഈ പരിശോധനയ്ക്ക് ശേഷമാവും ഏതൊക്കെ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് എന്ന കാര്യത്തിൽ ആദ്യത്തെ ഒരു വ്യക്തത ലഭിക്കുക. ചിലപ്പോൾ ഈ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയമുണ്ട്. ഈ സ്വതന്ത്ര അടക്കമുള്ള ആളുകൾ പത്രിക നൽകിയിട്ടുണ്ട്. SDP സ്ഥാനാർത്ഥിയുണ്ട്, NDP സ്ഥാനാർത്ഥിയുണ്ട്, അങ്ങനെ പലരും പത്രിക നൽകിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് ഈ ആര്യാടൻ ഷൗക്കത്തിനും സ്വരാജിനുമൊന്നും ഈ അപരഭീഷണി ഇല്ല എന്നൊരു ആശ്വാസമുണ്ട്. മറിച്ച് PV അൻവറിന് അൻവർ സാദത്ത് എന്ന ഒരു കോൺഗ്രസ് പ്രവർത്തനായ ആൾ പത്രിക നൽകിയിട്ടുണ്ട്. അത് പക്ഷേ അവർ പരസ്യമായി ഈ കോൺഗ്രസ് പ്രവർത്തകനെന്നോ അല്ലെങ്കിൽ ഈ അപരനെന്നോ പറയില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു അപര സാന്നിധ്യമുണ്ട്. നേരത്തെ M. സ്വരാജ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നു ഈ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള മത്സരമാണ് വേണ്ടത്. അതുകൊണ്ട് അപരന്മാരടക്കമുള്ളവരുടെ സാന്നിധ്യം ഉണ്ടാവില്ല. പരമാവധി ആളുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാണ് തങ്ങൾക്ക് ഏറ്റവും ഹിതകരമായ കാര്യമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലൊരു അപര സാന്നിധ്യം ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ആണ് വരാൻ പോകുന്നത്. നമുക്കിപ്പോൾ പ്രഭാത നടത്തത്തിനായി ആളുകളൊക്കെ വരുന്നൊരു സാഹചര്യം. റോജി M. ജോൺ ആണ് ഇപ്പോൾ ഉള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം വ്യക്തമായിരിക്കുന്നു. എങ്ങനെയാണ് UDFിൻ്റെ പ്രതീക്ഷകൾ? UDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 100% വിജയം കൈവരിക്കും. ഞങ്ങൾ തൃക്കാക്കരയിലും പാലക്കാടും അതുപോലെ തന്നെ പുതുപ്പള്ളിയിലും ഒക്കെ പറഞ്ഞതുപോലെ ഒരു ചരിത്ര വിജയം നിലമ്പൂരിലുണ്ടാകും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, മുന്നൊരുക്കവും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നിലമ്പൂരിലെ ജനങ്ങളിൽ തികഞ്ഞ വിശ്വാസമുണ്ട്. കാരണം കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ, ഈ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളെ നിലമ്പൂരിലെ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തൽ നടത്തും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരു ആശയക്കുഴപ്പം തുടക്കത്തിലുണ്ടായി. ആദ്യത്തെ ഒരു 4-5 ദിവസം അൻവറിന് വേണ്ടി, അൻവറാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാരണഭൂതൻ. പക്ഷേ അൻവറിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനം, പാതിരാ ചർച്ചകളൊക്കെ ഒടുവിൽ നിങ്ങൾ. പക്ഷേ അവിടെ ഒരു ആശയക്കുഴപ്പം വന്നില്ലേ? LDF പറയുന്നതും ആശയക്കുഴപ്പവും കൺഫ്യൂഷനൊക്കെ നിങ്ങളുടെ ക്യാമ്പിലാണ് എന്ന് പറയുന്നത്. LDF ഞങ്ങളുടെ MLA ആയിരുന്നില്ലല്ലോ. അല്ല, അൻവർ ഞങ്ങളുടെ MLA ആയിരുന്നല്ലോ. അൻവർ LDFിൻ്റെ MLA ആയിരുന്നു. അദ്ദേഹം രാജിവെച്ചു. അപ്പോൾ നഷ്ടം LDFിൻ്റേതാണ്. പിന്നെ ഞങ്ങൾക്ക് ആശയക്കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ആശയക്കുഴപ്പം മാധ്യമങ്ങൾക്കാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ അൻവർ UDFിലേക്ക് വരുന്നുവെങ്കിൽ വരാൻ ഞങ്ങളതിനുള്ള അവസരം കൊടുത്തു, അല്ലെങ്കിൽ ഞങ്ങളതിനുള്ള സാഹചര്യം ഞങ്ങൾ ചർച്ചകൾ നടത്തി എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾക്ക് കൃത്യമായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അക്കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടായിരുന്നില്ല.
അദ്ദേഹത്തിനാണ് ആശയക്കുഴപ്പമുണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, UDF പിന്തുണയ്ക്കാൻ തയ്യാറായിട്ടുള്ള ആര് വന്നാലും ഞങ്ങളത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് മറ്റ് ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെയേറെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രീതിയുണ്ട്. കോൺഗ്രസിന് ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. അത് ഞങ്ങൾ UDF എന്ന നിലയിൽ ഞങ്ങളുടെ ഘടകകക്ഷികളുമൊക്കെ ആയിട്ട് ഞങ്ങളത് കൃത്യമായി ഞങ്ങൾ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാ ഘടകങ്ങളും പരിശോധിച്ചിട്ടാണ് ശ്രീ ആര്യാടൻ മുഹമ്മദിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് ആര്യാടൻ ഷൗക്കത്തിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് മറ്റ് ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ ഈ പൂർണ്ണമായും UDF കിട്ടേണ്ട വോട്ടുകൾ ഈ അൻവറിലേക്ക് പോകുന്നൊരു ഘടകമില്ലേ? ഈ സർക്കാരിനെതിരായി വിധി എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി ഈ സർക്കാരിനൊരു തിരിച്ചടി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണവിരുദ്ധ വികാരമുള്ള മുഴുവൻ വോട്ടുകളും അത് UDF എത്തിച്ചേരും. അതിനുള്ള രാഷ്ട്രീയ ബോധം നിലമ്പൂരിലെ ജനങ്ങൾക്കുണ്ട് എന്ന് തികഞ്ഞ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ കോൺഗ്രസിനുള്ളിൽ പടയെന്നാണ് ഈ LDF പറയുന്നത്. അതായത് ഈ KPCC പ്രസിഡന്റുമാർ 3 പേര്, 4 പേര് കൺവീനർമാർ, അങ്ങനെ എല്ലാ ഇതിലേക്കും ഇപ്പോഴും പഴയ പ്രസിഡന്റാണ് വലുത്, പുതിയ പ്രസിഡന്റ് എന്നൊക്കെ തർക്കം നടക്കുന്നു എന്നാണ് വിജയരാഘവൻ അടക്കമുള്ള ആളുകൾ പറയുന്നത്. വിജയരാഘവൻ അങ്ങനത്തെ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുമായിരിക്കാം. കാരണം ഞങ്ങൾക്ക് അങ്ങനത്തെ കൺഫ്യൂഷനൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം, CPM സംബന്ധിച്ചിടത്തോളം അവരുടെ പിണറായി വിജയനും അതുപോലെ തന്നെ കുടുംബവും പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് മാത്രമേ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് ഒരു മാർഗമുള്ളൂ. അപ്പോൾ അതിനകത്ത് വേറെ ജനാധിപത്യ രീതികളൊന്നുമില്ല. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ളൊരു പാർട്ടിയാണ്. അതൊക്കെ ഞങ്ങൾ പറയും. വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ CPM മറ്റ് നേതാക്കളെ അണികളെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനും കുടുംബവും പറയുന്നത് തമ്പ്രാന്ന് പറഞ്ഞിട്ട് അനുസരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അങ്ങനത്തെ രീതിയില്ല. തീർച്ചയായും അതാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുക കോൺഗ്രസിൽ കൂട്ടമായാണ്. വലിയ വിജയം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് റോജി എം ജോൺ പറയുന്നത്. അങ്ങനെ ഈ UDF ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ട് കിട്ടുന്ന വോട്ടുകൾ അത് പൂർണ്ണമായും അൻവറിലേക്കൊന്നും ചിതറിപ്പോകാതെ UDF തന്നെ ലഭിക്കും, ആര്യാടൻ ഷൗക്കത്തിന് ലഭിക്കും എന്നാണ് റോജി എം ജോൺ പറയുന്നത്. സനീഷ് കുമാറാണ് ഈ സ്ക്രൂട്ടണിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകിയത്. ഒപ്പം അനീഷിനോടൊപ്പം റോജി എം ജോൺ MLA കൂടി ഇപ്പോൾ ചേർന്നിരുന്നു. എന്തായാലും UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഭരണവിരുദ്ധ വികാരമൊക്കെ വോട്ടായി മാറുമെന്നുള്ളതാണ് റോജി എം ജോൺ MLA ഇപ്പോൾ നമ്മളോട് പങ്കുവെച്ചത്. ഒരിക്കൽ കൂടി അനുമോദിലേക്ക് പോവുകയാണ്. അനുമോദ്, നിരവധി വിഷയങ്ങൾ നിലമ്പൂരിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് മുഴുവൻ അൻവറിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളത് നമുക്കറിയാം. അതിനപ്പുറം സാധാരണക്കാരായ ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഈ പ്രചാരണ ഘട്ടത്തിൽ ചർച്ചയാകുന്നുണ്ടോ? അവിടെ ചർച്ചയാക്കാൻ മുന്നണികൾക്ക് സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ UDF സംബന്ധിച്ച് ഭരണവിരുദ്ധ വികാരം വോട്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും അതിനെ മുൻനിർത്തി പ്രചാരണം നയിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? LDF സംബന്ധിച്ച് വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുള്ള പ്രചാരണത്തിന് സമയം കണ്ടെത്താൻ